ദക്ഷിണേന്ത്യയിലെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശി പ്രകൃതി ഭംഗിയാലും ആത്മീയ ചൈതന്യത്താലും സമ്പന്നമായ ഒരു മനോഹരമായ പട്ടണമാണ്. തമിഴ്നാടിൻ്റെ തെക്കേയറ്റത്ത പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സഞ്ചാരികൾക്ക് ഓരോ മാസവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. തെങ്കാശിയുടെ ഐശ്വര്യമായ കാശി വിശ്വനാഥർ ക്ഷേത്രത്തിലെ ഗോപുര കാഴ്ചകൾ മുതൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളും വരെ നയന മനോഹരമാണ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് തെങ്കാശി കാശി വിശ്വനാഥർ ക്ഷേത്രം. ദക്ഷിണ കാശി അഥവാ തെക്കിൻ്റെ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യൻ 15-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ്. ഇവിടെ ശിവനെ കാശി വിശ്വനാഥനായും പാർവതി ദേവിയെ ഉലഗമ്മനായും ആരാധിക്കുന്നു. കാശി വിശ്വനാഥനും ദേവി ഉലഗമ്മനും തന്നെയാണ് പ്രധാന പ്രതിഷ്ഠകൾ. ഒപ്പം മുരുകൻ്റെ സാന്നിധ്യവുമുണ്ട്. രാജഗോപുരം എന്ന വിശേഷണമുള്ള 180 അടിയോളം ഉയരമുള്ള ഭീമാകാരമായ ഗോപുരമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഗോപുരങ്ങളിൽ ഒന്നാണിത്. ഗോപുരത്തിൻ്റെ 9-ാം നിലയിലെത്തിയാൽ തെങ്കാശി നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. ശില്പകലാ വൈഭവത്തിൻ്റെ ഉത്തുംഗ മാതൃകകൾ ഇവിടെ ദർശിക്കാം. ക്ഷേത്രത്തിലെ ചുമരുകളിലും തൂണുകളിലും മനോഹരമായ ശില്പങ്ങളും സംഗീതം പൊഴിക്കുന്ന കൽത്തൂണുകളുമുണ്ട്. ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെ: കാശി സന്ദർശിക്കാൻ ആഗ്രഹിച്ച പരാക്രമ പാണ്ഡ്യ രാജാവിൻ്റെ സ്വപ്നത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ തന്നെ ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് തെങ്കാശി അഥവാ തെക്കിൻ്റെ കാശി എന്ന പേര് വന്നത്. ദർശന സമയം രാവിലെ 6 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മുതൽ 8:30 വരെയുമാണ്. തമിഴ്നാടിൻ്റെ തെക്കേയറ്റത്ത പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സഞ്ചാരികൾക്ക് ഓരോ മാസവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഒരു വർഷ കാലയളവിൽ തെങ്കാശിയുടെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. വേനൽക്കാലത്തിൻ്റെ തുടക്കമായ ഏപ്രിലിൽ പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള തണുത്ത കാറ്റ് നഗരത്തിന് ആശ്വാസം നൽകുമ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങൾ തെങ്കാശിയെ കൂടുതൽ സുന്ദരമാക്കുന്നു. വിഖ്യാതമായ കുറ്റാലം വെള്ളച്ചാട്ടങ്ങൾ ഈ സമയത്ത് സജീവമാകുന്നതോടെ തെങ്കാശി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. തെങ്കാശിയുടെ ഗ്രാമീണ സൗന്ദര്യവും കൃഷിയിടങ്ങളും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസങ്ങൾ ഒട്ടേറെ അവസരങ്ങൾ നൽകുന്നു. തമിഴ് സംസ്കാരവും പ്രകൃതിയുടെ അനുഗ്രഹവും ഒത്തുചേർന്ന തെങ്കാശിയിലെ യാത്രകൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും.